ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വേപ്പില ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് വേപ്പില, ഉഴുന്ന്, ഇഞ്ചി, പിന്നെ തേങ്ങ. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 തേങ്ങയാണ്. ഇത്രയും വേപ്പില എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിന് ഉഴുന്നും ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ അടപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇവിടെ ഉരുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് തേങ്ങ ഇടുക. എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് എണ്ണയുള്ള തേങ്ങ, അത് അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനത്തെ തേങ്ങ ഉപയോഗിക്കേണ്ട. കുറച്ച് എണ്ണ കുറവുള്ള തേങ്ങയാണ് ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേപ്പിലയും കൂടെ ഇടാം. വേപ്പില ഇങ്ങനെ തണ്ടിൽ നിന്ന് ഉതിർത്തി എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കൂടെ നന്നായിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയാണ് പണിയുള്ളത്. ചുവട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. കൈവിടാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇതിൻ്റെ അതിലേക്ക് പുളി ചേർക്കുന്നുണ്ട്. വാളംപുളിയാണ് ഇത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി വെച്ച പുളിയാട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ ഇടാം. അപ്പോൾ കുരു ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നാരും കൂടെ കളയണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേപ്പില ചമ്മന്തി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇളക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ അടുപ്പിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂപ്പ് പോരാ, ഏകദേശം ഈ ഒരു മൂപ്പാകണം. എന്നിട്ട് ചട്ടി വാങ്ങി വയ്ക്കുക. എന്നിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. കാരണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മാറ്റി വെച്ചേക്കാണ്. അടുപ്പിലല്ല വെച്ചിരിക്കുന്ന ഉരുളി. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടി ഇടുക. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് തന്നെ എടുക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും മണവും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ പരുവത്തിൽ കിട്ടും. അധികം എണ്ണ ഊറി വരുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണ ഊറി വരും. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ പൊടിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് തേങ്ങ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇതാ മിക്സിയിൽ അത്യാവശ്യം തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അങ്ങനെ പൗഡർ പോലെ ആക്കണ്ട, ചെറിയൊരു തരി വെച്ചിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ നമ്മുടെ വേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.